സ്ഥാപനങ്ങളൊക്കെ അത്തരം സംഘടനകളൊക്കെ പഞ്ചായത്തുകളിലേക്കും തദ്ദേശ സമരം നടത്തുന്നത് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ളതാണ്. അത് പ്രധാനം ഉന്നയിക്കുന്നത് ഇത് ഗ്രാന്റ് കിട്ടുന്നില്ല. അതെ അതെ, അവർ പിന്നെ AKG സെൻറ്ററിൽ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്നവർക്കൊക്കെ പോകേണ്ടത് മൂന്നാം കൂട്ട് അദ്ദേഹം കൊടുക്കാതിരുന്നത്, ഞങ്ങളല്ല, ഞങ്ങൾ ഒന്നാം കൂടി കൊടുത്തു. പിന്നെ CPM പ്രതിപക്ഷത്തിരിക്കുമ്പോഴൊരു സമരത്തിൻ്റെ കുറവുണ്ടാവില്ലല്ലോ, അത് നടന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആ തരത്തിൽ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതൊക്കെ ചെയ്താലും അതൊക്കെ ഒരു ന്യായമാണ്, രാഷ്ട്രീയമാണ്. പക്ഷേ ഈ കൈരളിയും ജനമൊക്കെ ചെയ്ത ഈ ഏർപ്പാടുണ്ടല്ലോ, അതിന് പറയേണ്ട പേര് ഇപ്പോൾ മന്ത്രിയുടെ പദവിയിലിരിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയില്ല. അതിനേക്കാളൊക്കെ നല്ല പോലെ ഇവരോടൊക്കെ അധ്വാനിച്ച് ജീവിക്കാൻ പറയണം. ഇങ്ങനെ വൃത്തികെട്ട പൈസ വാങ്ങി തിന്നിട്ടല്ല ജീവിക്കേണ്ടത്. എന്നോട് ചോദിച്ചാൽ എന്താ എനിക്കറിയാം, അവിടുത്തെ ലേഖൻ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഷാജിൻ്റെ കയ്യിൽ തന്നെ വാങ്ങി തിന്നാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓനൊക്കെ അധ്വാനിക്കാൻ പറയും, കൈക്കോട്ടെടുത്ത് ഇറങ്ങാൻ പറയും. ഭീഷണിപ്പെടുത്താൻ മാത്രം അവൻ ജനിച്ചായില്ല. അവനെ ഒരു 10 പ്രാവശ്യം ജനിക്കേണ്ടി വരും എന്നെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ. ആ കൈരളിയുടെ ലേഖനെ 10 പ്രാവശ്യം ജനിക്കേണ്ടി വരും ഷാജിനെ ഭീഷണിപ്പെടുത്തണം. ഞാനിതുപോലെ കുറേ കേസൊക്കെ കൂടിയിട്ട് വന്നത് ഇതിൻ്റെ കേസ് നടപടിയൊക്കെ ഞാൻ പോകും. ഞാൻ കേസ് കൂടി കോടതിയിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളാണ്. പിന്നെന്താ, ഭരണപരമായിട്ടുള്ള ആനുകൂല്യം പറ്റിയിട്ടൊന്നല്ല. നിങ്ങളിലെ പത്രക്കാരിൽ പലരോട് എനിക്ക് വിയോജിപ്പുകൾ പറയണ്ട, അത് വിയോജിപ്പാണ്, ജനാധിപത്യമല്ലേ. അതെന്ന് വെച്ചാൽ വാർത്ത നിങ്ങൾ എൻ്റെ കോണിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷെ ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നത് എവിടുത്തെ പണിയാണ്? അതിനെ പറയേണ്ട വാക്കെന്താണ്? ഏതാ കൈരളിയും ജനവും രണ്ടിന്റെയും ക്രിമികടി KM ഷാജി അങ്ങ് നന്നായിട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് 10 ജന്മം ജനിച്ചാലും എന്നെ വെല്ലുവിളിക്കാൻ സാധിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അത് അയാളെ അഹങ്കാരത്തിന്റെ ഭാഷയൊന്നല്ല, അത് അയാളുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഷയാ. കാരണം അയാൾ ഇന്ന് വരെ പറഞ്ഞ വാക്കുകൾക്കും പറഞ്ഞ നിലപാടുകൾക്കും ചെയ്യുന്ന കാര്യങ്ങൾക്കും അണുകിട വ്യത്യാസം വരുത്താത്ത വ്യക്തിയാ. അതുകൊണ്ട് തന്നെയാ ഇപ്പം ഇന്നലെ അമ്പലപ്പുഴയിൽ, ഈ പറയുന്ന ആലപ്പുഴയിൽ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് പരവതാനി വിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞാണ് മൈരളിക്കാരൻ വാർത്ത കൊടുത്തത്. മൈരളിക്കാരൻ അതിൻ്റെ തലേ ദിവസം മറ്റൊരു വാർത്ത കൊടുത്തു. എന്ത്? കുട്ടികളുടെ അരിയിലും കൈയിട്ട് വാരി UDF സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇവൻ്റെയൊക്കെ തന്തയെന്ന് ഇവൻ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ കഴിഞ്ഞ വർഷം 2025 ഓഗസ്റ്റിൽ ഓണാഘോഷ വേളയിൽ വിദ്യാർത്ഥികൾക്ക് കൊടുത്തത് 4 കിലോ അരിയാണ്. അത് 4 കിലോ അരിയാണ് കൊടുത്തത് എന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇവരുടെ തെരുവ് കൊണ്ട് ശിവൻകുട്ടി അത് സാക്ഷ്യം പറയുന്നുണ്ട്. ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇന്നും ശിവൻകുട്ടിയുടെ ഹാൻഡിൽ കിടപ്പുണ്ട്. ശിവൻകുട്ടി അന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് 4 കിലോ അരിയാണ് കൊടുക്കുന്നത്, 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യവും ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ ഇവരിത് സ്ഥിരമാണ്. ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പ് എന്ന് പറയുന്ന ഏർപ്പാട് മൈരളിക്കാരൻ്റെയും ജനം TV-കാരൻ്റെയും രണ്ടും ഒരേ കയറിൽ കെട്ടാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അവരത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും ആ വാർത്തയുണ്ടായിട്ടില്ല. അപ്പോൾ ഈ മൈരളിക്കാരന് വേറെ പണിയൊന്നുമില്ല, നക്കണല്ലോ. പിണറായി വിജയന്റെ തീട്ടം ക്ലിഫ് ഹൗസിൽ ഉണ്ടാകുമ്പോൾ അവിടുന്ന് വിതരണം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ക്ലിഫ് ഹൗസിലെ വാസം അവസാനിച്ചതോടുകൂടി ആ തീട്ടം വിതരണം അവസാനിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ വേറെ പണിയില്ല, തിന്നണം, നക്കണമടോ. കാരണം ഭരണമുണ്ടാകുമ്പോൾ തീട്ടം വിതരണം ഉണ്ടായിരുന്നു, പിരിവ് നടത്തിയിട്ട് കൈയിട്ട് വാരുന്നതുണ്ടായിരുന്നു, ജനങ്ങളെ ഭയപ്പെടുത്തി എന്തോ വലിയ സംഭവം വരാൻ പോവുകയാണ്, നിങ്ങളെല്ലാം തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പിരിവുണ്ടാക്കി CMDRFിലേക്ക് പിരിവുണ്ടാക്കിയിട്ട് അതും വാങ്ങി വാരി നക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് നക്കാൻ ഒരുപാട് വഴികളുണ്ടായിരുന്നു. ആലോചിക്കണം, ഇന്ന് നക്കാനുള്ള എല്ലാ മാർഗങ്ങളും മുട്ടി എന്ന് മാത്രമല്ല, ഈ പറയുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ തിരികെ കയറ്റിയ കുറേ എണ്ണം ഉണ്ടായിരുന്നു. അവറ്റകളെ ഓരോന്നിനായിട്ട് അടിച്ച് പുറത്തിറക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കൈരളിക്കാരൻ്റെ ഭീഷണി, അതും ഷാജിയോട്. ഈ ഷാജിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവൻ്റെ തന്ത പിണറായി വിജയൻ, ആ വിജയൻ ഭീഷണിപ്പെടുത്തി ആളെ വിട്ട് EDA വരെ കൊണ്ടുവന്ന് ഷാജിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഷാജിയുടെ ഒരു മയിരും പുടുങ്ങാൻ സാധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ക്രിമികീടം കൈരളിയിലെ എച്ചിൽ നക്കുന്നവൻ വന്നിട്ട് ഷാജിയെ ഭീഷണിപ്പെടുത്തുന്നത്. എന്നിട്ട് അവനൊരു വാർത്തയും പരവതാനി വിരിച്ചില്ല എന്ന്. സ്കൂൾ മതിലുകൾ പൊളിച്ചടുക്കിയിട്ട് വാഹനം, ഹൈഡ്രോളിക് ലിഫ്റ്റുള്ള വാഹനം, ബാത്റൂമുള്ള വാഹനം,
കടന്നു പോകാൻ വേണ്ടി സ്കൂൾ മതിലുകൾ പൊളിച്ചടുക്കിയ ടീമാ. ആ ടീം വന്നിട്ട് പറയാണ് എന്ത്, ഷാജി ഇറങ്ങിയില്ല എന്ന്. എന്നാൽ ഈ വേദിയിൽ തന്നെ മറ്റൊരു സംഭവ വികാസം കൂടി ഉണ്ടായിട്ടുണ്ട്. ഷാജി ഇറങ്ങിയോ, ഷാജി ഇറങ്ങിയില്ലേ, എന്താ അവിടെ സംബന്ധിച്ചത്, ഷാജി എങ്ങനെ വന്നു എന്നൊക്കെയുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഇവരുടെ പിണറായി വിജയൻ്റെ 1ാം ക്യാബിനറ്റിലെ PWD മന്ത്രിയായിരുന്ന ജി സുധാകരൻ പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. കാരണം ഇന്നലെ ഷാജി പങ്കെടുത്ത വേദിയിൽ ജി സുധാകരനും ഉണ്ടായിരുന്നു. അപ്പൊ ആ ജി സുധാകരന്റെ വാക്കും നമുക്ക് കേൾക്കാം. ഒറ്റയ്ക്ക് നിന്നാലും കൂട്ടായി നിന്നാലും 10 സീറ്റ് മുതൽ 25 സീറ്റ് വരെ കിട്ടാൻ പ്രാപ്തിയുള്ള ഒരേ ഒരു പാർട്ടിയാണ് കേരളത്തിലുള്ളത്, ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ്. മിനിമം 10 സീറ്റ് കിട്ടും ഒറ്റയ്ക്ക് നിന്നാൽ. ഐക്യമുന്നണിയാണ് കൂടുതൽ കിട്ടും. ഒരു പാർട്ടിക്കും കിട്ടത്തില്ല, CPM-നും കിട്ടത്തില്ല, കോൺഗ്രസിനും കിട്ടത്തില്ല. അങ്ങനെയുള്ള സീറ്റുകളില്ല. അതാണ് മുസ്ലിം ലീഗിന്റെ ശക്തി. അപ്പോ നിങ്ങൾ കേട്ട വാക്കുകൾ പറഞ്ഞ സുധാകരൻ ഒരു സെന്റൻസ് കൂടി കൂട്ടി പറയുന്നുണ്ട് അതിന്റെ അവസാനത്തില്. എന്താ പറയുന്നത്? സമയത്തിന് മുൻപേ ഈ പരിപാടിക്ക് എത്തിയ മന്ത്രിയെ അഭിനന്ദിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ 10:30 തുടങ്ങേണ്ട പരിപാടിക്ക് 10:20 ആയപ്പോഴേക്ക് എന്തായി, ഷാജി അവിടെ സ്ഥലത്തെത്തി. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങാതിരുന്നത് പരിപാടി തുടങ്ങാത്തത് കൊണ്ടാണ്. 10:30 ആകുമ്പോൾ പരിപാടി തുടങ്ങും, അപ്പോഴേക്കും ഇറങ്ങാമെന്നുള്ള രീതിയിലാണ്. അതിനാണ് ഈ കൈരളിക്കാരൻ എന്താക്കിയത്, ഈ കള്ളവാർത്ത കൊടുത്തത്. പക്ഷേ ഇത് ഇന്നലെ അവിടെ തന്നെ സുധാകരൻ തന്നെ പൊളിച്ചതാ. സുധാകരൻ ഷാജിയെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ആ വേദിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ജനം ടിവിക്കാരനും കൈരളിക്കാരനും ഒരേ വാർത്ത, അതും സംഭവിക്കാത്ത ഒരു വാർത്ത, യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരു വാർത്ത, വസ്തുതാവിരുദ്ധമായ കള്ളപ്രചരണം നടത്തുന്നതിന് ഒരേ വാർത്ത, ഒരേ തലക്കെട്ട്, ഒരേ ആശയം, ഒരേ വാക്കുകൾ, ഒരേ രീതി, ഒരേ സെന്റൻസുകൾ. ആർക്കൊക്കെ? കൈരളിക്കാരനും ജനം ടിവിക്കാരനും. കാരണം എന്താ, UDF-ന്റെ ഭരണത്തിൽ അസ്വസ്ഥതപ്പെടുന്ന 2 വിഭാഗം. അതാണ് 2 വിഭാഗം എന്ന് പറയുന്നില്ല, ഒറ്റ വിഭാഗം. ആ ഒറ്റ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഈ മൈരളിയും അതേപോലെ ഈ മലം ടിവിയും. 2 പേർക്കും അസ്വസ്ഥതയാ. അതാണ് ഷാജി പറയുന്നത്. ഷാജി നിങ്ങൾ നോക്കണം, ഷാജിക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിക്കണമെന്നുണ്ട്. പക്ഷേ അയാൾ ആ കസേരയോടുള്ള ബഹുമാനം കാരണം മാത്രം അയാളിങ്ങനെ വായുടെ നാക്കിൻ തുമ്പത്ത് വരെ എത്തുന്ന വാക്കുകളെ അയാൾ അതിനപ്പുറത്തേക്ക് വിടാതെ പിടിച്ചു നിർത്തുകയാണ്. ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിച്ചു പോയിട്ടോ, ഷാജി എങ്ങാനും മന്ത്രി കസേരയിൽ ഇല്ലാത്ത വ്യക്തിയായിരുന്നെങ്കിൽ തീർന്നേനെ കൈരളിക്കാരനും ജനം ടിവിക്കാരനും. എന്നാലും കൊടുക്കലിനൊരു കുറവില്ല കേട്ടോ. ഇവർക്കത് തെറ്റിപ്പോയില്ലേ. ഇവർ കരുതുന്നത് പോലെയുള്ളൊരു, ഇവർ പല രാഷ്ട്രീയക്കാർ ഇപ്പോൾ ലീഗിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും CPM-ലാണെങ്കിലും BJP-യിലാണെങ്കിലും പല വിധത്തിലുള്ള രാഷ്ട്രീയക്കാരുണ്ടാകും. പക്ഷേ ഷാജിയെ വെല്ലാൻ കഴിയുന്ന നട്ടലുള്ള ഒരുത്തൻ അത് ഇവരുടെ കൂട്ടത്തിലില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവരാണ് എന്നിട്ട് ഇവന്റെ കൃമികീടം പോയിട്ട് ഷാജിയെ മുക്കിൽ വലിക്കുന്നത്. അപ്പൊ ആ പോയത്തക്കാരൻ്റെ ഒരു ബുദ്ധി നോക്കൂ നിങ്ങൾ. ഓൻ്റെ തന്ത പിണറായി വിജയൻ വിചാരിച്ചിട്ട് ഷാജിയെ മൂക്കിൽ വലിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഓൻ പോയിട്ട് ഷാജിയെ മൂക്കിൽ വലിക്കാൻ നിൽക്കുന്നത്. ആലോചിക്കണോ. ED പിണറായി വിജയൻ്റെ വിജിലൻസ് അന്വേഷിക്കുന്നു, കേസ് തള്ളുന്നു, എന്നിട്ട് അത് പോരാഞ്ഞിട്ട് ED കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കുന്നു. ഷാജി വീട്ടിലുള്ള പണമെടുത്തിട്ട് കൊണ്ടുപോകുന്നു, ഷാജി അത് തിരിച്ചു വാങ്ങുന്നു. കേസടക്കം ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഷാജി മത്സരിച്ചത്. അത് ആലോചിക്കണം നിങ്ങൾ. തനിക്കെതിരെയുള്ള ED അന്വേഷണം അവസാനിപ്പിച്ച് തൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ പണം ഒരു നയാ പൈസ വിട്ടുകൊടുക്കാതെ എണ്ണി തിരിച്ചു വാങ്ങിയിട്ടാണ് ആ കേസും ക്ലോസ് ചെയ്ത്, കോടതിയിൽ പോയിട്ട് ആ കേസും ക്ലോസ് ചെയ്ത് വന്നിട്ടാണ് ആ മനുഷ്യൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആ ഷാജിയെ ഇവർ കൃമികീടങ്ങൾ വരട്ടാൻ. എടാ മക്കളെ, നിങ്ങൾ ഈ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. മൊല്ലാക്കാക്ക് ഉറുക്ക് കെട്ടുന്ന പരിപാടി അതെടുക്കാൻ മാത്രം ആയിട്ടില്ല. മനസ്സിലായില്ലേ? മൊല്ലാക്കാക്ക് ഉറുക്ക് കെട്ടാനുള്ള അതിന് മാത്രം വളർന്നിട്ടുണ്ടോ? ആയിട്ടില്ല. അപ്പം ഷാജിയെ ഭയപ്പെടുത്താൻ മാത്രം ഇവരായിട്ടില്ല. കാരണം എന്താ,
കാരണം വേറൊന്നല്ല, ഇവരുടെ തന്ത പിണറായി വിജയൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ഷാജിയെ ഭയപ്പെടുത്താൻ. അയാളെ പല രീതിയിൽ ഭയപ്പെടുത്താനും വേട്ടയാടാനും എന്തിന്? അയാളിനി കേരളത്തിൽ ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് അയാള് കേരളത്തിൻ്റെ ക്യാബിനറ്റിലെ മന്ത്രിയായിട്ടിരിക്കുന്നത്. ആഹാ അല്ലേ? ആലോചിച്ച് നിങ്ങൾ വേങ്ങരയിൽ ആരെ ഇറക്കിയേ? ഇവര് പഴയ SDPI-കാരനെ 2021 SDPI സ്ഥാനാർത്ഥിയായിരുന്ന ആളെ 2026 ആയപ്പോൾ CPM സ്ഥാനാർത്ഥിയാക്കി. എന്തിനാ? ഷാജിയെ മിണുങ്ങാൻ. എന്നിട്ടോ അതും പോരാഞ്ഞിട്ട് ഈ ചെങ്ങായി അവിടെ ഒരു ഗാനമേള വെച്ചിട്ട് കുന്നിൻ്റെ മേലെ കയറി നിന്നിട്ട് കൈയും കെട്ടി നിന്ന് നോക്കിയിരിക്കുക. കണ്ടിട്ട് പോയത്തക്കാരൻ കരുതി ഈ ഗാനമേളക്ക് വന്ന ആൾക്കാരൊക്കെ വോട്ട് ചെയ്യും, ഞാൻ ജയിച്ച്. ആലോചിക്കണോ? അപ്പോൾ ഇത് കൃത്യമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഷാജി എന്ന് പറയുന്ന KM ഷാജിയുടെ നിലപാടുകളെയോ അയാളുടെ തീരുമാനങ്ങളെയോ അയാളുടെ പ്രവർത്തനങ്ങളെയോ മറികടക്കാൻ ക്രിമികീടങ്ങളെ നിങ്ങളായിട്ടില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എന്താ? നിങ്ങളെ കൊണ്ട് ആകെ സാധിക്കുന്നത് ഈ പച്ച നുണ ഇങ്ങനെ പടച്ചു വിടുക. അല്ലെങ്കിൽ ഒരു ഉളുപ്പുള്ളവൻ അത് ചെയ്യോ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇവർ അവകാശപ്പെടുന്നത് എന്താ? മാധ്യമ പ്രവർത്തനം, മാധ്യമ പ്രവർത്തകർ എന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത്. അപ്പം ഇതൊക്കെ അവകാശപ്പെടുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെടോ ഇങ്ങനെ നുണ വാർത്തയാക്കാൻ സാധിക്കുന്നത്? അതിപ്പോൾ ഷാജിയുടെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ തലേ ദിവസം ഈ വിദ്യാർത്ഥികൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അരിയുടെ കാര്യത്തിലാണെങ്കിലും 2025 ഈ പറയുന്ന ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ ശിവൻകുട്ടി പറഞ്ഞ ബൈറ്റ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ചാനലുകളിലൊക്കെ കിടക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന 2025 ഓഗസ്റ്റിൽ ശിവൻകുട്ടി ഓഗസ്റ്റ് 20 ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ വളരെ കൃത്യമായി അത് പറയുകയും ചെയ്യുന്നു. എന്ത്? 4 കിലോ അരി വീതം വിതരണം ചെയ്യാൻ പോവുകയാണ്. അതിൽ പറഞ്ഞിട്ട് ശിവൻകുട്ടി വിദ്യാർത്ഥികളുടെ 2025 ഓഗസ്റ്റ് 20 ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇപ്പോഴും ആ കുറിപ്പ് കിടക്കുന്നുണ്ട്. ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യും. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,337 കുട്ടികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. 2025 ഓഗസ്റ്റ് 20 ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ഇനി ആ കുറിപ്പിൻ്റെ താഴെ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ശിവൻകുട്ടി. ആ ചിത്രം AI ആണെന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട്. ഏത്? കുട്ടികൾ അരി വാങ്ങിപ്പോകുന്നത് പോലെയുള്ള ഒരു ചിത്രം. അത് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നും ശിവൻകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈ വസ്തുതകൾ അവിടെ ഉണ്ടാകുമ്പോൾ UDF ഗവൺമെൻറ് വന്നു 5 കിലോ കൊടുത്തത് 4 കിലോ ആക്കി എന്നുള്ള പച്ച നുണ പടച്ചു വിടാൻ ഒരു ഉളുപ്പും ഈ വെറ്റകൾക്കില്ല. അതേ ഉളുപ്പില്ലായ്മ തന്നെയാണ് ഇവരെ തീട്ടം തിന്നുന്ന അടിമകളാക്കി മാറ്റിയത്. തീട്ടം തിന്നാൻ ഉളുപ്പില്ലാത്തവന് ഇച്ചിരി ഉളുപ്പുള്ളവൻ തീട്ടം തിന്നുവോ? അപ്പോൾ അത് തിന്നുന്നവന് പച്ച നുണ പടച്ചു വിടാൻ പിന്നെ ഉളുപ്പുണ്ടോയെന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ലല്ലോ. എന്നാണെങ്കിലും അതും പൊളിച്ചടക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ ഇപ്പോൾ കേരളത്തിൽ ഈ മെയ് 18 ശേഷം നടക്കുന്നത്? സഖാക്കൾ രാവിലെ ഓരോ നുണകളുമായിട്ട് വരും. വൈകുന്നേരമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ പൊളിക്കും. മിക്കവാറും സതീശൻ പൊളിക്കും. ഇനി ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ അവർ തന്നെ അത് വൈകുന്നേരം ആകുമ്പോൾ പൊളിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്.